ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ ജിപ്സി കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പഴുപ്പറമ്പിൽ വീട്ടിൽ സദ്ദാം എന്ന ഷജീറാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ഷജീർ. ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ 14 വയസ്സുള്ള മുഹമ്മദ് സിനാൻ മരിച്ച കേസിലാണ് അറസ്റ്റ്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ജിപ്സി കാറുമായി പ്രതി ബീച്ചിൽ സാഹസിക സവാരി നടത്തുന്നത്. മുകൾ ഭാഗം തുറന്ന നിലയിലുള്ളതായിരുന്നു കാറ്. ബീച്ചിൽ കളിക്കുകയായിരുന്ന മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഷഫീർ, അമീർ എന്നീ കുട്ടികളെ പ്രതി വാഹനത്തിന്റെ പുറകിൽ കയറ്റിയാണ് സാഹസിക പ്രകടനം നടത്തിയത്. ഇതിനിടെ അറപ്പപ്പുഴയ്ക്ക് സമീപത്ത് വെച്ച കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ മുഹമ്മദ് സിനാൻ കാറിന്റെ അടിയിൽപ്പെട്ട തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് മരിച്ചു. കുട്ടിയുടെ ബന്ധു ചാമക്കാല സ്വദേശി പുറക്കുളം വീട്ടിൽ മുഹമ്മദ് സലീം നൽകിയ പരാതിയിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 105 വകുപ്പായ കുറ്റകരമായ നരഹത്യ ചുമത്തിയാണ് കേസെടുത്തത്. അപകടത്തിനിടയാക്കിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പ്രതി ഷജീർ കയ്പമംഗലം, മതിലകം, അന്തിക്കാട്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്, 1 വധശ്രമം, 3 തട്ടിപ്പു കേസ്, 4 അടിപിടി കേസ്, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച 1 കേസ്, ലഹരിക്ക് അടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത 1 കേസ് എന്നിവയടക്കം 11 കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ TV ഋഷി പ്രസാദ്, ജയകുമാർ, ഗ്രേഡ് SI ജെയ്സൺ, CPO-മാരായ ആന്റണി, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്.